എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോ? അറിയാത്തോണ്ട് ഈ ലോകത്തെ എല്ലാ ഭാര്യമാരും ഇങ്ങനെ ഭർത്താവിന്റെ കുറ്റം പറയുന്നവരാണ്. എനിക്കുള്ള കൊച്ചിന്റെ അച്ഛനവരുടെ ഇതൊന്നും കണ്ടിരിക്കാൻ നമ്മൾ ആൾക്കാരുണ്ടാവില്ല. ഇതിങ്ങനെ വലിച്ചുണ്ടാവുന്ന സാധനം പോലും ആൾക്കാരെ കാണിച്ച് മാനം കളയുന്നു. ഹലോ, ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ഞാനും ഇല്ല. അതിന് രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് എന്തോ ഒരു പുതിയ ഗെയിമുമായി എൻ്റെ പ്രിയതമ വന്നിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫേവറേറ്റ്സ്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ്. അത് നാട്ടുകാരെ കാണിച്ച് മാനം കളയുന്നു. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായല്ലോ, അപ്പോൾ എത്രത്തോളം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാലോ. ഈ ഗെയിമിൽ ഞാൻ പരാജയപ്പെട്ടാൽ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം അല്ലല്ല, ഈ ഗെയിമിൽ പരാജയപ്പെട്ട ജയിച്ച ആൾക്ക് എന്താ പറയാ, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. അതാണ് ഈ ഗെയിമിന്റെ അവസാനം. ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ എന്റെ ഓർമ്മശക്തി വളരെ കുറവാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവില്ല ഈ പറഞ്ഞ വഴി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനൊരു മുൻകൂർ ജാമ്യം കൊടുക്കും. ഗെയിമിലേക്ക് പോകാം ഗൈസ്. പറയും ഗെയിം എന്താണ്? ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. ഞാനിവിടെ കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒന്ന് ഓർമ്മയിട്ടായിട്ടോ. പെട്ടെന്ന് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഓരോ കാര്യങ്ങളും പറയും. ഞാൻ രണ്ടാളും ഓരോ ഷീറ്റ് വയ്ക്കും. ഇതിനകത്ത് നമ്മുടെ ഇതിങ്ങനെ വലിച്ചുണ്ടാവുന്ന സാധനം പോലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. മൈൻ ആൻഡ് യോഴ്സ്. എൻ്റെ ഞാൻ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഫേവറേറ്റ് കാര്യങ്ങൾ എഴുതണം. അത്രേ ഉള്ളൂ. ഇതല്ല എൻ്റെ കയ്യിൽ എത്ര നേരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ലെങ്ത് കൊടുത്തിട്ടേക്കും. കണ്ടിരിക്കാൻ നമ്മൾ ആൾക്കാരുണ്ടാവില്ല. ആൾക്കാർ ബഫറടിച്ച് ഞാൻ ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസം. അപ്പോൾ ചോദ്യങ്ങൾ ഓരോന്നായി പോരട്ടെ. ഞാൻ ഉത്തരങ്ങൾ എഴുതാൻ തയ്യാറാണ്. ആദ്യത്തെ ഫേവറേറ്റ് പറയുന്നത് ഫുഡാണ്. എന്റെ എന്താണ് നിന്റെ എന്താണ്? രണ്ടുപേരുടെ എഴുതണം. അല്ലെങ്കിൽ എന്താ, ഈ ഫേവറേറ്റിനെ കള്ളക്കളി കളിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടത് എഴുതി മാറ്റി പറയും. ഫുഡ്. അയ്യോ, നിക്ക് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് എനിക്ക് എന്തും പറയാം. നമ്പർ ഇടണം കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ. രണ്ടാമത്തേത് കളർ, ഇഷ്ടപ്പെട്ട കളർ. മൂന്നാമത്തെ ആക്ടർ, ഇഷ്ടപ്പെട്ട ആക്ടർ ആയിരിക്കണം. ഞാൻ എഴുതിയത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ഇഷ്ടപ്പെട്ട സ്ഥലം. ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലമല്ല, യാത്ര ചെയ്യാണെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. പട്ടാമ്പി ഏറ്റവും പോകണല്ലേ. തൃശ്ശൂരിന്റെ പാലക്കാട് ആയതുകൊണ്ടല്ലാണ്ട് വലിയ ഐഡിയകളൊന്നുമില്ല. വളരെ കുറച്ച് സ്ഥലങ്ങൾ. ഞാൻ എഴുതാൻ പോകുന്ന കണ്ടു. അപ്പൊ ഞാൻ എഴുതിയത് അങ്ങനെ അതൊന്നും എഴുതാൻ പറ്റും കേട്ടോ. ഏകദേശം ഐഡിയകൾ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നെക്സ്റ്റ് ഗെയിം. ഹോബി. ഇഷ്ടപ്പെട്ട ഹോബി. ഒറ്റ ഹോബിയുള്ളൂ. ഹോബി എന്ന് പറഞ്ഞാൽ എന്താ പറയാലല്ലേ. നിങ്ങളുടെ ഹോബി എന്തായിരിക്കും? ഹോബി ഇനി ടെലിപ്പതി കിട്ടുന്നുണ്ട് ഗൈസ്. കോപ്പി അടിക്കണ്ടോ? ഞാൻ കോപ്പി അടിക്കും. ടെലിപ്പതി ഇങ്ങനെയാണോ ടെലിപ്പതി പറയാൻ പറ്റില്ല. നിന്റെ ഹോബി എനിക്ക് എന്തായിരുന്നു? നീ എന്റെ ഹോബി ആയിരുന്നു. എനിക്കറിയാം. ഇഷ്ടപ്പെട്ട സിംഗർ. ഇവളായിരുന്നു വിശ്വസിക്കാൻ പറ്റും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, മാറ്റി പറയുന്നത് ഞാൻ എന്തായാലും. ഇത് ഞാൻ എഴുതി നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുള്ളൂ. എനിക്കെല്ലാം വായിക്കാൻ പറ്റുള്ളൂ. അടുത്ത മൂവി, ഇഷ്ടപ്പെട്ട മൂവി. അതിപ്പോ കൊറേ ഇല്ലേ? പറയാം, നമുക്ക് നല്ല ലേറ്റസ്റ്റ് ഏതാണ്? ലേറ്റസ്റ്റ് ആണോ എഴുതണ്ടേ? ലേറ്റസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണല്ലോ, അങ്ങനെയല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണോ അതോ അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ confusion. അങ്ങനെയാണ് എഴുതണ്ടത്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ്, അല്ലാതെ ലേറ്റസ്റ്റ് ഇഷ്ടപ്പെട്ട മൂവിയല്ല. ഇന്ത്യൻ അതായി. യെസ് ഗൈസ്, ഞാൻ ഈ പരീക്ഷയിൽ പാസ്സാവുന്നതായിരിക്കും. ഇവിടെ ശരിയാക്കി എഴുതിയില്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലെ എന്താണ് എഴുതാൻ? രാജാവോ വായിക്കാൻ അറിയില്ല. കോപ്പി അടിക്കാം, അറ്റ്ലീസ്റ്റ് കോപ്പി അടിക്കുമ്പോൾ മര്യാദ കോപ്പി അടിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റ്യൂം, ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം. എൻ്റെ കൺസെപ്റ്റുകളാണ് ഇവിടെ ചിലപ്പൊക്കെ വേറെ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. തോന്നിയമാരിയാണ് പറയുന്നത്. എൻ്റെ 12 ചോദ്യമായല്ലോ. ഇഷ്ടപ്പെട്ട അനിമൽ. അനിമലോ? അനിമൽ. ഇഷ്ടപ്പെട്ട പാട്ട്, സോങ്സ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഇഷ്ടപ്പെട്ട കുറേ പാട്ടുണ്ട്. അറിയില്ലെങ്കിൽ ഇങ്ങനെ വേണ്ട വേണ്ട വേണ്ട, ഇതാണ് ഇതാണ്. എനിക്കറിയില്ലണ്ടേ. അതെ, വരട്ടെ. നെഗറ്റീവ് ആവട്ടോ, നെഗറ്റീവ് പോയിന്റ് വരും. പിന്നെ ഗിഫ്റ്റിന്റെ എമൗണ്ടിന്റെ ഒക്കെ അളവ് കൂടേണ്ടി വരും. ചോക്ലേറ്റ്, ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഇഷ്ടപ്പെട്ട എന്റെ ചോക്ലേറ്റ് ഒക്കെ ശരിക്കും അറിയാൻ പറ്റും. 5 രൂപയുടെ ഒന്നും ഉദ്ദേശിക്കുന്നത് അതൊന്നല്ല. എന്റെ ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ഞാൻ മേടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമ്പോ സത്യം പറഞ്ഞ ഞാൻ എഴുതിയത് തെറ്റാണ്. ഫേവറേറ്റ് വേ ടു ട്രാവൽ, അത് ബൈക്കിലാണോ കാറിലാണോ ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ ഇത് നടന്നു പോണതാണോ എന്താണ് ഇഷ്ടം? പേജ് കഴിയാറായിട്ടോ. ഫെസ്റ്റിവൽ, ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ. എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം അല്ലേ? ഇഷ്ടപ്പെട്ട നമ്പർ, ഫേവറേറ്റ് നമ്പർ അല്ലേ? ഫേവറേറ്റ് നമ്പർ. ഫേവറേറ്റ് നമ്പർ എന്താ എനിക്ക് അറിയില്ല. സൂപ്പർ ഹീറോ, ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ. എന്റെ സൂപ്പർ ഹീറോ എന്താണെന്ന് അറിയാം. ഫേവറേറ്റിന്റെ ഒക്കെ പെട്ടെന്ന് പറയാൻ പറ്റും, കാരണം ഏത് നേരം അതുമായി റിലേറ്റ് ചെയ്യുന്ന. ഇഷ്ടപ്പെട്ട ബൈക്ക്. ബൈക്കോ? ബൈക്ക്. ലൈഫിൽ എന്താ പറയാനാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് കൊച്ചിന്റെ അച്ഛനാണ് ആഗ്രഹം. കഴിഞ്ഞോ? ഒപ്പിട്ടി. ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഓക്കെ ഗായ്സ്, ഞങ്ങൾ അവിടെ വെയിലായതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഓരോന്ന് ചോദിക്കാം. ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് ആദ്യം ഞാൻ ഫേവറേറ്റിന്റെ പറയാം. ഫേവറേറ്റിന്റെ ബിരിയാണി. ബിരിയാണി. കറക്റ്റ്. ഞാൻ നിന്റെ ഫ്രൈഡ് റൈസ്. ഓക്കേ, കറക്റ്റ്. രണ്ടുപേരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് കളർ ദേവന്റെ നേവി ബ്ലൂ. നിന്റെ ബ്ലൂ. ബ്ലൂ ആണോ? ബ്ലൂ തന്നെയാണ്. ബ്ലൂ മാത്രം പറഞ്ഞാൽ ഞാൻ ബ്ലൂ. ഞാന് ഈ കോഴി പിടിച്ചോ? സത്യം പറ. സത്യം. മൂന്നാമത്തെ ചോദ്യം. ആക്ടർ. ആക്ടർ മമ്മൂക്ക. മമ്മൂട്ടി ഫാൻസ്. ഗൈസ് സംഭവം ഒന്നുമില്ല ഗൈസ്, ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് ആണ് ഗൈസ്. എനിക്ക് മമ്മൂട്ടിനെ നല്ല ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ടോവിനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ദയവായിട്ട് എന്റെ ഡിവോഴ്സ് ഐഡിയയെ കൂടെ പറഞ്ഞു. ഇവിടെ മാറ്റി പറഞ്ഞ ഡിവോഴ്സുകാർക്കായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും മാറ്റി മമ്മൂട്ടി തന്നെ. ഞങ്ങൾ മമ്മൂക്ക ഫാൻസ്. ഓക്കേ, നെക്സ്റ്റ്. ഫേവറേറ്റ് പ്ലേസ്. ഫേവറേറ്റ് പ്ലേസ് ദേവേട്ടന്റെ മാൾ. കറക്റ്റ്. അതാണ് ഇന്റർവ്യൂ ചോദിച്ചപ്പോ ഞാൻ തെറ്റി പറഞ്ഞത്. താജ്മഹൽ, ഡൽഹി.
അന്ന് നീ മൂന്നാറിനാണ് പറഞ്ഞത്. അന്നത്തെ ഇവിടെ ഇന്റർവ്യൂ പ്രൂഫ് ഉണ്ടായിരുന്നു. ഇവിടെ അന്ന് ചോദിച്ചപ്പോൾ മൂന്നാറിനാണ് പറഞ്ഞത്. ആഴ്ച മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അന്ന് നീ മൂന്നാറിനാണ് പറഞ്ഞത്. അത് ഞാൻ മലപ്പുറം മാറ്റിയതാണ്. എന്നോട് ചോദിച്ചിട്ടില്ല നിനക്ക് ഫേവറേറ്റ് പ്ലേസ്. അന്നൊക്കെ ഞാൻ ആദ്യം ഞങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂല് ഇത് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞത് മൂന്നാറിനാണ്. ഒരു ഗിഫ്റ്റ് മേടിച്ചു താജ്മഹലിന്റെ ഒരു എന്താ പറയാ ക്രിസ്റ്റലിന്റെ സാധനം. കല്യാണത്തിന് മുമ്പാണ്. കല്യാണത്തിന് ഒരു കുന്തം വാങ്ങി കൊടുത്തില്ല. അന്ന് തൊട്ട് ഞാൻ താജ്മഹൽ പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗെയിം, ഫേവറേറ്റ് ഗെയിം. ഫേവറേറ്റ് ഗെയിം ദേവേട്ടന്റെ ക്രിക്കറ്റ്. നിന്റെ എന്താ? എന്റെ ലൂഡോ. എന്റെ ക്രിക്കറ്റോ? ഞാൻ എന്തെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ കണ്ടിട്ടോ മനുഷ്യ? സംഭവം ആകെ ക്രിക്കറ്റ് 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 അതാണ് മനസ്സിലായത്. ഹോബി, ഹോബി. വാട്ട് ഈസ് ദ ഫേവറേറ്റ് ഹോബി? ഇത് തെറ്റിയില്ലേ? ഇതൊരു ബാക്കിയൊക്കെ ശരിയായോ? ഇല്ല, താജ്മഹൽ തെറ്റി. ഫേവറേറ്റ് ഹോബി മൊബൈൽ നോക്കൽ. മൊബൈൽ നോക്കൽ. അത് തെറ്റാണ്. ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോബി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറയും ഹോബി എന്ന് പറഞ്ഞാൽ ഹോബി. എന്റെ ഹോബി ക്രിക്കറ്റ് കളിക്കലാന്ന് വെച്ചിട്ട് ഈ നാട്ടിലുള്ള ഈ കുടുംബക്കാരുടെ കൂടെ ചോദിച്ചു നോക്കി ഗൈസ്. ഈ വീട്ടിൽ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദേവേട്ടന്റെ ഹോബി ഫോൺ നോക്കൽ മാത്രമാണ് ദേവേട്ടൻ. ഇത് തെറ്റല്ല, ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഫേവറേറ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ ചെയ്യുന്ന കാര്യം എന്താ ചോദിച്ചത്? തെറ്റിപ്പോയി. എന്റെ എന്താ? പെയിന്റിങ്. അത് തെറ്റി. എന്റെ ഞാൻ ഡാൻസ് ആണ്. ഡാൻസ് ഹോബി അല്ലല്ലോ. പെയിന്റിംഗ് ആയിരുന്നു എന്റെ ഹോബി. പക്ഷെ ഇവിടെ ആഴ്ച കഴിഞ്ഞത് മാറ്റിയാണ്. ഇത് നടക്കൂല. എനിക്ക് നോക്കാൻ പെയിന്റ് ചെയ്യാൻ സമയമില്ല. ഞാൻ എപ്പോഴും സമയമുണ്ടോ ഇല്ല അതാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ചെയ്യുന്നു എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഹോബി എന്നാണ് ചോദിച്ചത്. തെറ്റി ഗൈസ്. ഞങ്ങൾ രണ്ടാളെ. ഞാൻ ഡാൻസ് ആണ്. ശരി. ഫേവറേറ്റ് സിംഗർ. ഫേവറേറ്റ് സിംഗർ ദേവേട്ടന്റെ യേശുദാസ് അല്ലേ? നിന്റെ കേസ് യെസ്. ശരിയായിരിക്കും. അങ്ങനെ ഒന്ന് ശരിയായിരിക്കും ഗൈസ്. അടുത്തത് മൂവി. ഫേവറേറ്റ് മൂവി. ഫേവറേറ്റ് മൂവി ദേവേട്ടന്റെ രാപ്പകലാണ്. എന്റെ ഫേവറേറ്റ് മൂവി എനിക്ക് എപ്പോഴും വാത്സല്യം. അയ്യോ, ഞാനത് വിചാരിച്ച വാത്സല്യം ഞാനൊരു എന്താ പറയാ, ഞാൻ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു സിനിമയോട് എന്തൊക്കെയോ നല്ല പടം ആവശ്യം. ഞാൻ വിചാരിച്ചു ആ ശരി. നിന്റെ മൺചിത്രത്താണോ? അല്ല, ചിത്രമാണ്. ആ ചിത്രം മൺചിത്രത്താഴൊക്കെ ഏകദേശം ഞാൻ ഒരു സാരമില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തെറ്റിരിക്കുന്നു, അതുകൊണ്ട് അതിൽ സംസാരമില്ല. അടുത്തത് ഫേവറേറ്റ് കോസ്റ്റ്യൂം. ഫേവറേറ്റ് കോസ്റ്റ്യൂം ദേവേട്ടന്റെ ഷർട്ട് ആൻഡ് മുണ്ട്. യാ കറക്റ്റ്. നിന്റെ സാരി. ഞാൻ മറ്റേതൊന്ന് മാറ്റിയട്ടെ. നിന്റെ സാരിയാണോ? എന്റെ അല്ല, സാരിയോ ചുരിദാറോ? ഞാൻ എപ്പോ നോക്കിയാലും ചുരിദാറില്ലേ. ഞാൻ വിചാരിച്ചു ഇവിടെ ഫേവറേറ്റ് ഡ്രസ് സാരി കേട്ടോ. ഇവിടെ എപ്പോഴും എന്റെ അടുത്ത് സാരി വാങ്ങി തരാനാ പറയാ. ഒരു വസ്തു വാങ്ങിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആനിമൽ. ഫേവറേറ്റ് ആനിമൽ. നിന്റെ ഡോഗ് അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത് ഫേവറേറ്റ് സോങ്. ബർത്ത്ഡേ അച്ഛേ ലഗത്തെ ഹേ. ഞാൻ അന്ന് ഇന്റർവ്യൂല് പറയാൻ പറ്റാത്തത് വിഷമം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അന്ന് ഇന്റർവ്യൂല് എന്റെ ഫേവറേറ്റ് സോങ് അറിഞ്ഞില്ലെന്നോ? അല്ല, അറിഞ്ഞില്ലെന്നല്ല, എനിക്കറിയാം. പക്ഷെ അത് കിട്ടണ്ടേ? ബർത്ത്ഡേ അച്ഛേ ലഗത്തെ ഇവളുടെ ഫേവറേറ്റ് സോങ് മായ നദിയിലെ സോങ് ആണ്. അത് ഞാൻ എല്ലാ ദിവസവും രാത്രി അതിങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് അറിയാം. അത് ഞാൻ ഇഷ്ടപ്പെട്ടാണ്. അതെ, അത് ശരി. എന്റെ ടേസ്റ്റ് ഒന്നല്ല കണ്ടിരിക്കുന്നത്. ഫേവറേറ്റ് ചോക്ലേറ്റ്. ഫേവറേറ്റ് ചോക്ലേറ്റ് ദേവേട്ടന്റെ അമൂൽ ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ പ്രത്യേകം പറഞ്ഞു ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നത് ഒന്നും കരുതരുത്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ടോപ്ലറാണ്. നിന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഗാലക്സി. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വാങ്ങിച്ചായിരുന്നു. ഇതൊന്നും വാങ്ങിച്ചാറില്ലെന്ന് മാത്രം. ഇവരെന്തിനാണ് എങ്ങനെ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? ഞാൻ ഒന്നും എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോ? അറിയാത്തോണ്ട് ലോകത്തെ എല്ലാ ഭാര്യമാരും ഇങ്ങനെ ഭർത്താവിന്റെ കുറ്റം പറയുന്നവരാണ് ആണോ? നിങ്ങൾ പറയൂ. നിങ്ങൾ അങ്ങനത്തെ അല്ല ആൾക്കാരല്ല എന്ന് നിങ്ങൾ വന്ന് കമന്റ് ഇട്ടിട്ടെങ്കിലും ഇവർക്ക് ഇത് ബോധിപ്പിച്ചു കൊടുക്കും. ഇത് കുറ്റം പറയാം. മതി. നെക്സ്റ്റ്. ഇനി അടുത്തത് വേ ടു ട്രാവൽ. എങ്ങനെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്നല്ലേ? ഓക്കെ. ഞാൻ നിന്റെ ബൈ കാർ. എനിക്ക് സിമ്പിളാണ്. ദേവേട്ടന്റെ ബൈ ഫ്ലൈറ്റ്. ദേവേട്ടൻ ഭയങ്കര ഞാൻ വലിയ വലിയ യാത്രകളൊക്കെ യാത്ര ഫ്ലൈറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ബൈക്കിൽ യാത്ര ചെയ്യാനാണ്. ഞാൻ എപ്പോഴും എനിക്ക് വല്ലാതെ വെയിൽ സഹിക്കാൻ പറ്റില്ല എന്നൊരൊറ്റ സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ
മാക്സിമം എന്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ബൈക്കിൽ അതിപ്പോ പക്ഷെ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എന്റെ ബൈക്കിൽ പോകുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഇവിടെ തെറ്റി, നിന്റെ തെറ്റി എന്റെ ശരിയായി. ഫേവറേറ്റ് ഫെസ്റ്റിവൽ ഓണം. ഓണം രണ്ടല്ലോ. ഫേവറേറ്റ് നമ്പർ. ഫേവറേറ്റിന്റെ ഇഷ്ടപ്പെട്ട നമ്പർ 9 അല്ലേ? മനഃപൂർവ്വം എഴുതിയതാണ് guys. എന്റെ ഫേവറേറ്റ് നമ്പർ 9 അല്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ ഫേവറേറ്റ് നമ്പർ 9 ആണെന്ന്. ഞാൻ എന്റെ ലൈഫിൽ പറഞ്ഞില്ല. ഞാൻ എന്റെ ഫേവറേറ്റ് നമ്പർ ഒറ്റ നമ്പർ നമ്പർ 7. ഒന്നിന്റെ നമ്പർ പക്ഷെ എനിക്ക് നമ്പർ 7 എല്ലാരും പറയും 7, 9 ഒക്കെ ലക്കി നമ്പറാണ്. എനിക്ക് 7 ആണ് എന്റെ ഒരു വിശ്വാസത്തിലുള്ള എന്റെ. നിന്റെ 2 അല്ല, എനിക്ക് ഒരു നമ്പർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ 2 ഇല്ല. രാജലക്ഷ്മി നെക്സ്റ്റ് എന്റെ അടുത്ത പേര് ഫേവറേറ്റ് സൂപ്പർ ഹീറോ അയൺ മാൻ. ടോണി സ്റ്റാർക്ക്. നമ്മുടെ അയൺ മാൻ ഫാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ബൈക്ക്. ബുള്ളറ്റ്. റോയൽ എൻഫീൽഡ്. നിന്റെ റോയൽ എൻഫീൽഡ് അല്ല, എന്റെ ആക്ടിവ. ഇവിടെ എടി നിന്റെ കയ്യിലുള്ള ബൈക്ക് അല്ല ചോദിക്കുന്നത്. ഫേവറേറ്റ് ബൈക്ക് ആക്ടിവയാണ്. അല്ലെങ്കിൽ ഞാൻ റോയൽ എൻഫീൽഡ് ഞാൻ അത് എടുക്കില്ലേ? അപ്പൊ നിനക്ക് എന്റെ ബൈക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ ഫേവറേറ്റ് എന്റെ ആക്ടിവ അല്ല. എല്ലാവരും അങ്ങനെയല്ലേ ഉണ്ടാവുക. ambition ദേവേട്ടന്റെ become a film superstar. Actor superstar. ആക്ടർ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു അംബീഷൻ അല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല നടനാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഉള്ളതിനേക്കാളൊക്കെ കുറെയൊക്കെ നന്നായി പഠിച്ച് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. സൂപ്പർ സ്റ്റാർ എങ്ങനെ ആവാനാണ്? സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് വേറെയാണ്. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും നമുക്ക് ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു നല്ല ആക്ടർ എന്ന് പറയുന്നതാണ്. നല്ല നടനാവുക. നിങ്ങളൊരു നല്ല നടനാണ്. നീ സൂപ്പർ സ്റ്റാർ നിന്റെ ഡാൻസ് ടീച്ചറാണോ? എന്റെ ഡാൻസ് ടീച്ചർ അല്ല. എന്റെ ഇപ്പത്തെ എന്റെ എയിം എന്ന് പറയുന്ന ലക്ഷ്യം. നല്ല രസമുള്ള അംബീഷൻ. അപ്പൊ തെറ്റിയില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഡാൻസ് ടീച്ചറോ? ഹലോ, അത് ഞാൻ വിചാരിച്ചത് ഇവിടെ അംബീഷൻ. അതായത് ഇവിടെ അല്ലാതെ ഇപ്പം മിക്കപ്പോഴും മദറിനൊക്കെ അംബീഷൻ ഒക്കെ അത് അംബീഷൻ ആണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിനി ഇപ്പൊ അടുത്ത നിന്റെ ആഗ്രഹം അത് ഇതാണ് ഉദ്ദേശിച്ചത്. അല്ല, അംബീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിലുള്ള ലക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം ഒരു പ്രസവം എന്നല്ല. മാർക്ക് നോക്കൽ ചടങ്ങാണ്. പറയും. ഒന്നാമത്തെ ദേവേട്ടന്റെ ശരിയാണോ? ഒന്നാമത്തെ രണ്ടുപേരുടെ ശരിയാണ്. രണ്ടുപേരെ ശരിയാണ്. 1 2 രണ്ടുപേരെ ശരിയാണ്. അപ്പൊ 2 പോയിന്റ്. നീ നിന്റെ പോയിന്റ് ഞാൻ എന്റെ പോയിന്റ് എഴുതാം. 3 രണ്ടുപേരെ ശരിയാണ്. 4 നിന്റെ ശരിയാണ്, എന്റെ തെറ്റ്. അപ്പൊ നിനക്കൊരു പോയിന്റ്, എനിക്ക് പോയിന്റ് ഇല്ല. ആണ്. അപ്പൊ നിന്റെ ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. 2 പോയിന്റിൽ വെച്ചാൽ 2 പോയിന്റോട് കൂടി ഞാൻ പറ്റില്ല. 2 പോയിന്റും ഒരു വലിയ ചേഞ്ച് അല്ല. 2 പോയിന്റ് അല്ലേ? ഒരു കാര്യം പറയട്ടെ, ക്രിക്കറ്റിൽ ഒരു റണ്ണ് ഒന്ന് നിനക്ക് ഈ 2 പോയിന്റ് നിനക്ക് കിട്ടുമായിരുന്നു. നീ ഈ 2 പോയിന്റ് നീ എങ്ങനെ തെറ്റിച്ചെന്ന് അറിയോ? നീ മറ്റേ അല്ല ശരി എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ അങ്ങോട്ടും കൂടെ ഒന്നുമില്ല. ഞാൻ ജയിച്ചു. അപ്പൊ ഈ ഗെയിം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഗെയിം ജയിച്ച ആള് തോറ്റ ആള് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മനപ്പൊരുത്തമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ പറ്റി എന്തൊക്കെ എഴുതി എന്റെ അമ്മ ഞെട്ടും. എന്തിട്ട്
18 ക്വസ്റ്റ്യനിൽ 11 ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 7 തെറ്റിയുള്ളൂ. അത് 7 തെറ്റിയാൽ 3 വെളുപ്പം മാറ്റിയതാണ്. കഴിഞ്ഞ ആഴ്ച വരെ വേറെ ആയിരുന്നു. ഈ ആഴ്ച പുതിയ സാധനങ്ങൾ ബാക്കിയത് ഞാൻ ചെയ്യാനാണ്. മനസ്സിലാക്കണം ഒരാളുടെ മാറ്റങ്ങളെല്ലാം പിന്നെ കഴിഞ്ഞ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ 3 തോന്നുന്നു. ഈ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ താജ്മഹലായി. അതെങ്ങനെ ശരിയാവുക? ഇത് ചോദിച്ചപ്പോ പറയാം ഞാൻ താജ്മഹലിന്റെ മറ്റേ കുന്തം കൊടുത്തപ്പോഴാണ്. അത് ഞാൻ എന്നോ കല്യാണത്തിന് മുമ്പ് കൊടുത്താണ്. എനിക്ക് വിശക്കുന്നു. ഞാൻ തോൽവി സമ്മതിക്കും. അതെ അത് ആദ്യം തന്നെ സമ്മതിച്ചതാണ്. എനിക്ക് എന്താ വിഷയമില്ല. നിനക്ക് നിന്റെ അവസാനത്തെ അംബീഷൻ എന്താന്ന് പറഞ്ഞു? അതെ അത് വേണ്ട ഇവളുടെ അവസാനത്തെ അംബീഷൻ ബിക്കം എ മദർ എന്നാണ്.